കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ഇഗ്നൈറ്റ് ഹോപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം നാം അന്വേഷിച്ചാൽ കണ്ടെത്തുന്ന ഒരു നല്ല ദൈവത്തെ പറ്റിയത്രേ. നമുക്ക് ചില വേദവാക്യങ്ങൾ വായിക്കാം. യാക്കോബ് 4:8. ദൈവത്തോടടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. ഇരമ്യാവ് 29:13. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നാം ദൈവത്തോട് അടുത്ത് വരുന്നതിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ദൈവവചനത്തിൽ ഇപ്രകാരം വായിച്ചു, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോടും അടുത്ത് വരും എന്ന്. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ കണ്ടെത്തുന്ന ഒരു ദൈവം. നാം ദൈവത്തോട് അടുത്ത് ഒരു ജീവിതം നയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമത്രേ. ആരെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരവും സംഭവിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ അംഗീകാരം ലഭിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയെപ്പറ്റി നമുക്ക് അല്പനേരം ഒന്ന് ചിന്തിക്കാം. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അതിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവൻ യെരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുൻപോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. സക്കായി കർത്താവിനെ കാണുവാൻ ആഗ്രഹിച്ചു. അവരുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടായത് എന്താണ്? അവരുടെ ജീവിതത്തിൽ ആഗ്രഹം മുള പൊട്ടിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും കർത്താവിനെ ഒന്ന് കാണണം. അപ്പോൾ ഇതാ യേശു കർത്താവ് വരുന്ന വഴിയിൽ ഒരു കാട്ടത്തി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹമുള്ളവർക്ക്, ഈ കർത്താവിനെ ഒന്ന് കാണുവാൻ കൊതിക്കുന്നവർക്ക് അവസരം ഒരുക്കി തരുന്ന ദൈവമത്രേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. വളരെ സന്തോഷകരമായാണ് സക്കായി യേശു കർത്താവിനെ സ്വീകരിച്ചത്. കാട്ടത്തിയുടെ താഴെ വന്നപ്പോൾ കർത്താവ് ഇതാ മേലോട്ട് നോക്കുന്നു. സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കുവാൻ പോകുന്നു. ആ കുടുംബത്തിനതാ രക്ഷ വന്നിരിക്കുന്നു. അവൻ രക്ഷയെ കണ്ടെത്തിയിരിക്കുന്നു. അവന് കർത്താവിനെ കാണുവാനുള്ള ആഗ്രഹമായിരുന്നു യേശു കർത്താവ് തൻ്റെ വീട്ടിൽ വന്ന് വസിക്കുവാൻ ഇടയാക്കിയത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം കർത്താവിനോട് ഏറ്റവും അടുത്ത് ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ്. അവൻ നമുക്കായി വഴിയും വാതിലും തുറക്കുവാൻ ശക്തനത്രേ. അധികം പൊക്കമില്ലാത്ത സക്കായിക്ക് പുരുഷാരം നിമിത്തം കർത്താവിനെ കാണുവാൻ സാധിക്കുകയില്ല എന്ന് കർത്താവിന് അറിയാമായിരുന്നു. ഇതാ അവിടെ ഒരു കാട്ടത്തി അവനായി ഉണ്ടായിരുന്നു.
അവൻ കാട്ടത്തിയുടെ മേൽ കയറുവാൻ തയ്യാറായി. പലപ്പോഴും സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തന്നാലും അവിശ്വാസം കാരണം പലരും അത് ഉപയോഗിക്കാറില്ല. ദൈവം ഒരുക്കിയ വഴികൾ കൂടെ നടക്കുവാൻ അവർ മടിക്കുന്നു, അവരുടെ വിശ്വാസമില്ലായ്മ കാരണം. ഇന്ന് നമ്മുടെ ജീവിതത്തെ പറ്റി നമുക്കൊന്ന് വിലയിരുത്താം. നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിനോട് അടുത്ത് ജീവിക്കുവാൻ, അവനെ അനുഭവിക്കുവാൻ, അവനെ രുചിച്ചറിയുവാൻ, അവനെ കാണുവാൻ വാഞ്ചയുള്ളവരാണോ? നമ്മോട് കൂട്ടായ്മ ആചരിക്കുവാൻ, അടുത്തിടപഴകുവാൻ, ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമത്രേ കർത്താവായ യേശുക്രിസ്തു. നാം അവനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ കണ്ടെത്തും. യഹൂദ മരുഭൂമിയിൽ വെച്ച് ദാവീദ് ഇപ്രകാരം എഴുതി, സങ്കീർത്തനം 63:1 മുതൽ 5 വരെ. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവകാലം ഒക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് അറിയപ്പെടുന്ന ദാവീദ് രാജാവ്, അദ്ദേഹം എഴുതിയ സങ്കീർത്തനം അത്രേ ഇത്. അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി ഒരു കാര്യം മനസ്സിലാക്കാം. ദാവീദിന് ദൈവത്തോട് വളരെ അടുപ്പമുണ്ടായിരുന്നു. ദൈവം അവനുമായിട്ട് വളരെ അടുത്തിരുന്നു. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ഈ യേശുക്രിസ്തുവിനെ ആഗ്രഹിക്കുന്നവരാണോ? അവൻ്റെ മുഖം നിങ്ങൾ അന്വേഷിക്കുന്നവരാണോ? സക്കായിയെ നോക്ക്. സക്കായി എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവനൊരു പാപിയായ മനുഷ്യനായിരുന്നുവെന്ന് നമുക്ക് വായിക്കാം. അവൻ അന്യായമായി പലരുടെയും പിടിച്ചു പറിച്ചവനാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ സക്കായിയുടെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തു കടന്നു വന്നപ്പോൾ സക്കായിക്കുണ്ടായ മാറ്റം നാം ഇവിടെ വായിച്ചല്ലോ. അവൻ്റെ ജീവിതം പുതിയതായി തീർന്നു. തൻ്റെ കുറ്റങ്ങൾ അവൻ ഏറ്റുപറയുന്നു. അവൻ പലതും ചെയ്യാമെന്ന് അവിടെ ഏറ്റുപറയുന്നു. കുറ്റബോധം ഉണ്ടായതാണ് അതിനെല്ലാം കാരണം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഒരു പുതിയ സൃഷ്ടിയായി മാറി. അവൻ വളരെ ധനവാനായിരുന്നു. അവൻ നീളം കുറഞ്ഞവനായിരുന്നു. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഇതൊന്നും സക്കായിയെ തടഞ്ഞില്ല. പലരും അവനെ വേർതിരുന്നു. അവൻ റോമൻ ഗവൺമെന്റിന് വേണ്ടിയാണ് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നത്. കർത്താവായ യേശുക്രിസ്തു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാനുള്ള അതിയായ ആഗ്രഹമാണ് സക്കായിയെ ആ കാട്ടത്തിന്മേൽ കയറുവാൻ പ്രേരിപ്പിച്ചത്. അത് അവൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി തീർന്നു. യേശു കർത്താവിനെ പറ്റി ഉള്ള വളരെ നല്ല വാർത്തകൾ കേട്ടതുകൊണ്ടാണ് സക്കായിക്ക് തന്നെ കാണുവാനുള്ള ആഗ്രഹമുണ്ടായത്. അങ്ങനെ പലരും യേശുക്രിസ്തുവിനെ കാണാൻ വന്നതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ വായിക്കുവാൻ സാധിക്കും. പലരെയും അവനിലേക്ക് ആകർഷിച്ചു. യോഹന്നാൻ 12:20 മുതൽ 21 വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചിലർ യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. പലരും യേശു കർത്താവിനെ കാണുവാൻ ആഗ്രഹിച്ചു. കർത്താവിനെ കണ്ടുമുട്ടിയ അനേക ജീവിതങ്ങൾ രൂപാന്തരം പ്രാപിച്ചു. നമ്മൾ നേരത്തെ വായിച്ചല്ലോ, യിരെമ്യാവ് 29:13,
നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. സക്കായി പൂർണ്ണ ഹൃദയത്തോടെ അത്രേ യേശു ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിച്ചത്. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോടും അടുത്ത് വരും. എത്ര മനോഹരമായ വാഗ്ദത്തങ്ങൾ അത്രയത്. നാം എല്ലാവരും അതിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. നാം കർത്താവായ യേശു ക്രിസ്തുവിൽ അടിയുറച്ചോ വിശ്വസിക്കുന്നവരാണോ? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കയില്ല എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാം. എബ്രായർ 11:6 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? നാം വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട് അടുത്തു ചെല്ലുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സക്കായിക്ക് പുരുഷാരം ഒരു തടസ്സമായിരുന്നു. അവൻ്റെ നീളക്കുറവ് ഒരു തടസ്സമായിരുന്നു. പലരും വെറുപുറത്തു. അതൊന്നും സക്കായിക്കൊരു തടസ്സമായി തോന്നിയില്ല. അദ്ദേഹം വിചാരിച്ചു, എനിക്ക് യേശു ക്രിസ്തുവിനെ ഒന്ന് കണ്ടേ മതിയാകൂ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? നിങ്ങളുടെ ജീവിത രീതി, ജീവിതത്തിലെ പാപ സ്വഭാവങ്ങൾ, വിശ്വാസമില്ലായ്മ, തെറ്റായ കൂട്ടുകെട്ടുകൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് കർത്തൃസന്നിധിയിലേക്ക് നിങ്ങൾ താഴ്മയോടെ കടന്നു വരുമോ? ദൈവത്തോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ കുറവുകൾ തുറന്നു പറയുമോ? അവൻ നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് അവൻ നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നു. അവൻ വാക്ക് മാറാത്തവനാണ്. അവൻ ഫോഷ്ക്ക് പറയുന്നവനല്ല. മറ്റുള്ളവർ പലപ്പോഴും നമുക്ക് മാർക്കിട്ടേക്കാം, നമ്മെ കുറ്റപ്പെടുത്തിയേക്കാം, നമ്മെ വിമർശിച്ചേക്കാം. പലപ്പോഴും അത് ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ തടസ്സമുണ്ടാക്കും. വിമർശനങ്ങൾ നേരിടുന്നവരാണെങ്കിൽ, കുറ്റപ്പെടുത്തലുകൾ നിങ്ങളുടെ ജീവിതത്തിനെ അലട്ടുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി പറയുന്ന അഭിപ്രായങ്ങൾ ദൈവത്തിനൊരു വിഷയമേ അല്ല. നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തയ്യാറാണോ? ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടോ? സക്കായിക്ക് ഉണ്ടായതുപോലെ അതിയായ ആഗ്രഹം. സക്കായി തിടുക്കത്തിലാണ് കാട്ടുതീയിൽ നിന്ന് ഇറങ്ങി വന്നത്. വളരെ സന്തോഷത്തോടെ അവൻ കർത്താവിനെ തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുകയായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, പലരുടെയും അന്യായമായി പിടിച്ചു പറിച്ചത് അവൻ 4 ഇരട്ടിയായി മടക്കി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇന്നു മുതൽ ഒരു രൂപാന്തരം പ്രാപിച്ച വ്യക്തിയായി, ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കും എന്ന് അവൻ തീരുമാനിച്ചിരിക്കുന്നു. അതത്രേ കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. യേശു കർത്താവ് സക്കായിയോടൊപ്പം തൻ്റെ ഭവനത്തിലേക്ക് പോയത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. കർത്താവ് യേശു ക്രിസ്തുവിനെ തന്നെ ജനം വിമർശിക്കുന്നതായി നമുക്ക് വായിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ വിമർശനം നിങ്ങളെ തടയുവാൻ ഒരിക്കലും ഇടയാകരുത്. അത് സാത്താൻ്റെ തന്ത്രങ്ങൾ മാത്രം. സാത്താൻ നമ്മെ വഴിതെറ്റിക്കുവാൻ ആരിൽ കൂടെയും വരാം. നിങ്ങളതൊരിക്കലും മറന്നു പോകരുത്. വിമർശനം ഒന്നും ദൈവത്തിൽ നിന്നല്ല, അത് ദുഷ്ടന്റെ ആത്മാവത്രേ. മറ്റുള്ളവരെ വീട്ടിലിരുന്ന് വിമർശിക്കുന്നവർ ശത്രുവായ പിശാചുമായി കൂട്ടായ്മയുള്ളവരത്രേ. പലരും ദൈവമക്കളെന്ന് അവകാശപ്പെടും, വീട്ടിലിരുന്ന് മറ്റു ദൈവമക്കളെ വിമർശിക്കും. എങ്ങനെ അവനെ ഒന്ന് താഴെ ഇറക്കാം, എങ്ങനെ അവർക്ക് ഒരു പ്രശ്നം കൊടുക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അവർ ശത്രുവായ പിശാചുമായി കൂട്ടായ്മയുള്ളവരത്രേ. ദൈവജനമേ, നാം അതിന് ചെവി കൊടുക്കേണ്ട കാര്യമില്ല. അവൻ്റെ സന്നിധിയിൽ സന്തോഷമുണ്ട്. സക്കായിയുടെ ഭവനത്തിൽ യേശുക്രിസ്തു ചെന്നപ്പോൾ സക്കായിയുടെ സന്തോഷം എത്ര വലുതായിരുന്നു.
യേശു ക്രിസ്തു നമ്മുടെ സന്നിധിയിലുണ്ടെങ്കിൽ നാം സന്തോഷത്തിൻ്റെ ആത്മാവിനാൽ നിറയും. ജീവിതത്തിലെ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ നടുവിൽ ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നവരത്രേ ദൈവജനം, കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ വസിക്കുന്ന ജനം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ സക്കായിയുടെ ഭവനത്തിലേക്ക് പോകുവാൻ തയ്യാറായ യേശു കർത്താവ് ഇന്ന് നിങ്ങളുടെ ഭവനത്തിലേക്കും വരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാതിൽ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി തുറക്കുമോ? അവൻ അകത്ത് വന്നാൽ വലിയ പരിവർത്തനം സംഭവിക്കും. സങ്കീർത്തനങ്ങൾ 16:11 നമുക്ക് വായിക്കാം, അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും അവൻ്റെ വലത്ത് ഭാഗത്ത് പ്രമോദങ്ങളും ഉണ്ട് എന്ന്. എത്ര ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്! അതത്രേ ഒരു യഥാർത്ഥ ദൈവ പൈതലിൻ്റെ അവസ്ഥ. ഒരു ദൈവ പൈതൽ ഏതൊക്കെ സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാലും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? നിങ്ങൾ സന്തോഷത്തിൽ ജീവിക്കുന്നവരാണോ? അതോ നിരാശയുടെ അടിത്തട്ടിൽ തപ്പി നടക്കുന്നവരാണോ? കർത്താവായ യേശു ക്രിസ്തു നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത് അതല്ല. അവൻ്റെ സന്നിധിയിലുള്ളത് സന്തോഷമത്രേ, അവൻ്റെ സന്നിധിയിലുള്ളത് പ്രമോദങ്ങളത്രേ. നിരാശയല്ല, ദുഃഖമല്ല, മറ്റുള്ളവരോടുള്ള അസൂയയല്ല. ദൈവം സ്നേഹമാകുന്നു. കർത്താവായ യേശു ക്രിസ്തു സ്നേഹമാകുന്നു. അവൻ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉറവിടമത്രേ. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന് ജീവിതം കൊടുക്കുമോ? സക്കായി തൻ്റെ ഭവനം യേശു ക്രിസ്തുവിനായി തുറന്നതുപോലെ നമുക്കും സാധിക്കുമോ? യേശു ക്രിസ്തു അങ്ങനെ പലരെയും തന്നിലേക്ക് ആകർഷിച്ചത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കാം. പലരും കർത്തൃസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. മത്തായി 9 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം വായിക്കാം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്നു യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാർ അത് കണ്ട് അവൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ടാറ്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഇതാ മത്തായി യേശു കർത്താവിനെ കണ്ടുമുട്ടിയിരിക്കുന്നു. യേശു ക്രിസ്തു അവൻ്റെ വീട്ടിലേക്കും പോകുന്നു. അവൻ്റെ വീടിനും കർത്താവായ യേശു ക്രിസ്തു രാജാവായി മാറിയിരിക്കുന്നു. അവനോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്നു. അപ്പോൾ പല പാപികളും ചുങ്കക്കാരും വന്ന് യേശു ക്രിസ്തുവിനോടുകൂടി ഭക്ഷണത്തിനിരിക്കുന്നു. പല ജീവിതങ്ങളും രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. ആ ചുങ്കക്കാർക്കും പാപികൾക്കും യേശു കർത്താവിൻ്റെ സാമീപ്യം ആവശ്യമായിരുന്നു, നിത്യജീവന് അവകാശികളായി തീരുവാൻ. സക്കായിയുടെ മാറ്റം നാം എല്ലാവരും ശ്രദ്ധിച്ചു. യേശു ക്രിസ്തു ജീവിതത്തിൽ വന്നപ്പോൾ സക്കായി തനിക്കുള്ളത് മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ തീരുമാനിച്ചു. പല നല്ല സ്വഭാവങ്ങളും സക്കായിയിൽ ഉണ്ടാകാൻ തുടങ്ങി. അന്ന് വരെ ഇല്ലായിരുന്നു. അന്ന് വരെ പിടിച്ചുപറിക്കാരനായിരുന്നു. ഇപ്പോൾ ഇതാ ദരിദ്രരെ സഹായിക്കുവാൻ അവൻ തയ്യാറാകുന്നു. യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾക്കും അത് സാധിക്കും. ഞാൻ ചതുവായി വാങ്ങിയിട്ടുള്ളതൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും അന്യായമായി നിങ്ങൾ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ, സഹോദര സഹോദരി, നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുക്കുമോ? അത് തിരിച്ച് കൊടുത്തേക്കാം എന്ന്. യേശു ക്രിസ്തു ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പാപബോധമുണ്ടാകും. ഇവനും അബ്രഹാമിൻ്റെ സന്തതി ആയതിനാൽ രക്ഷ വന്നിരിക്കുന്നു. വിശ്വാസത്താൽ ഞാനും നിങ്ങളും അബ്രഹാമിൻ്റെ സന്തതികളത്രേ. യേശു കർത്താവിനോട് അടുത്ത ഒരു ജീവിതം
നാം അതിയായി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു വഴികളും വാതിലുകളും തുറന്നു തരുവാൻ ശക്തനത്രേ. നാം ദൈവസന്നിധിയിലിരുന്ന് നമ്മുടെ വിഷയങ്ങളെ അവൻ്റെ മുൻപിൽ പകർന്നാൽ മാത്രം മതി. ഒരിക്കൽ ഒരു പെൺകുട്ടി മറ്റൊരു വിശ്വാസത്തിൽ ജീവിക്കുന്ന കുടുംബത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഇടയായി. മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു. അവൾക്കത് വീട്ടിൽ പറയാൻ തന്നെ ഭയമായിരുന്നു. തൻ്റെ വിശ്വാസം അവൾ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചു. അവൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ, അവസരം കിട്ടുമ്പോഴൊക്കെ അവൾ ആരും കാണാതെ പറമ്പിൻ്റെ കോണിലും ആരും കാണാത്ത സ്ഥലങ്ങളിലും ഒക്കെ പോയിരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും താൻ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു വേദപുസ്തകം വായിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടിക്ക് വിവാഹപ്രായമായി. മാതാപിതാക്കൾ വിവാഹ ആലോചനകൾ നോക്കുകയായിരുന്നു. അങ്ങനെ ഈ മാതാപിതാക്കൾ ഈ പെൺകുട്ടിക്കായി ഒരു വിവാഹം ഉറപ്പിച്ചു. അവരുടെ അതേ മതത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഈ പെൺകുട്ടിക്കായി വിവാഹം നിശ്ചയിച്ചു. അവരുടെ മത ആചാരപ്രകാരം വിവാഹം നടന്നു. ഈ പെൺകുട്ടി വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഹൃദയത്തിൽ അവൾ ഇങ്ങനെ തേങ്ങിക്കൊണ്ടിരുന്നു. ഈ വിവാഹ ദിവസം വരെയും അവൾ പ്രാർത്ഥിച്ചു, ഇത് ദൈവത്തിൻ്റെ ഹിതമല്ലെങ്കിൽ ഈ വിവാഹം അങ്ങ് മാറിപ്പോകണമേ എന്ന്. എന്തായാലും ഈ വിവാഹം നടന്നു. ഈ പെൺകുട്ടി തൻ്റെ ഭർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം അവൾ മനസ്സിലാക്കി. തന്നെ വിവാഹം ചെയ്ത ഈ ചെറുപ്പക്കാരൻ ആഴ്ചകളിൽ ചില ദിവസങ്ങൾ, ചില മണിക്കൂർ നേരത്തേക്ക് വീട്ടിൽ കാണുകയില്ല. അത് ഞായറാഴ്ച രാവിലെയും ഇദ്ദേഹം എവിടെയോ പോകുന്നുണ്ട്. ഒരിക്കൽ ഈ സഹോദരി തൻ്റെ ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു, എവിടെയാണ് എന്നും ഇങ്ങനെ കടന്നു പോകുന്നത്? ഇന്ന് എവിടെയായാലും ഞാനും കൂടെ വരുന്നു. അതെവിടെയായാലും എനിക്ക് വിഷയമല്ല, അതെവിടെയാണെങ്കിലും ഞാനതിനെ അംഗീകരിക്കാം, എന്നെ കൂടി ഒന്ന് കൊണ്ടുപോകാമോ എന്ന്. അങ്ങനെ ഒരു ഞായറാഴ്ച രാവിലെ സമയം ഈ സഹോദരൻ പറഞ്ഞു, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ വരാം എന്ന്. ഈ സഹോദരി തൻ്റെ ഭർത്താവിനോടൊപ്പം അദ്ദേഹം പോകുന്ന സ്ഥലത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. അവിടെ ചെന്നപ്പോൾ ഈ സഹോദരി വളരെ സന്തോഷം കൊണ്ട് നിറയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായി. ഈ സഹോദരൻ പോയത് ഒരു ക്രിസ്തീയ ദേവാലയത്തിലേക്കായിരുന്നു. ഈ ചെറുപ്പക്കാരനും എവിടെയോ വെച്ച് കർത്താവിനെ കണ്ടെത്തിയിരുന്നു. അദ്ദേഹവും ആരെയും അറിയിക്കാതെ യേശു കർത്താവിനെ തൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ രണ്ട് വ്യക്തികളും ദൈവത്തോട് വളരെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ രണ്ടുപേരും വിചാരിച്ചത് തങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ വിപരീതമായിട്ടാണല്ലോ കാര്യങ്ങൾ പോകുന്നതെന്ന്. താങ്കൾ വിവാഹം കഴിച്ചിരിക്കുന്നത് യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തികളെയാണെന്ന് അന്നവർ പരസ്പരം മനസ്സിലാക്കുവാൻ ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ വ്യക്തികളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം നമ്മുടെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം അനുകൂലമല്ലെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനോട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരം പങ്കുവെക്കുമോ? അവനോടുള്ള ആ വാഞ്ച കർത്താവിനോട് അറിയിക്കുമോ? നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം. ഈ സഹോദരിയുടെയും സഹോദരൻ്റെയും ജീവിതത്തിൽ വലിയ അത്ഭുതം പ്രവർത്തിച്ച ദൈവം നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കും. കർത്താവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. യേശു കർത്താവിനെ സ്വീകരിച്ചതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരത്തില്ല എന്നല്ല ഞാനിവിടെ പറയുന്നത്. നാം പ്രശ്നങ്ങളും
പ്രതികൂലങ്ങളും ഉള്ള ഒരു ലോകത്തിൽ അത്രേ ജീവിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തെ ജയിച്ചവൻ അത്രേ. അവനോട് ചേർന്നിരിക്കുന്ന നാം ജയാളികൾ അത്രേ. നമ്മെ കരം പിടിച്ച് വഴി നടത്തി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു നമുക്കായി ജീവിക്കുന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിനോട് എങ്ങനെ നമുക്ക് ഒന്നുകൂടെ അടുക്കുവാൻ സാധിക്കും? എങ്ങനെ അവൻ്റെ സന്നിധിയിലെ ആ സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു സമ്മാനം അത്രേ ഈ വിശുദ്ധ വേദപുസ്തകം. എന്നും നിങ്ങൾ അല്പസമയം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ എങ്ങനെ ആ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് ജീവിക്കാമെന്നും അവൻ്റെ സന്നിധിയിലെ സന്തോഷങ്ങളും പ്രമോദങ്ങളും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുമെന്നും ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കും. എന്നും അല്പസമയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരുന്ന് അവനോട് സമയം ചിലവഴിക്കുന്നവർ അവൻ്റെ ഇമ്പസ്വരം കേൾക്കുവാനും നാം നടക്കേണ്ടുന്ന വഴിയിൽ നമ്മെ നയിക്കുവാനും ഇടയാകും. അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നിന്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റും തിരമാലയും നിന്നെ തള്ളിയിടുകയില്ല. അവൻ ശത്രുവിൻ്റെ തലയെ തകർത്ത് എനിക്കും നിങ്ങൾക്കും ജയം തന്നവനത്രേ. നാം ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമോ? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ കണ്ടെത്തുന്ന ഒരു ദൈവമത്രേ കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുമോ? തിടുക്കത്തിൽ ഇറങ്ങി വന്ന് യേശു കർത്താവിനെ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് സ്വീകരിച്ച അസക്കായിയെ പോലെ യേശു കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമോ? നിങ്ങൾ കർത്തൃകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇഗ്നൈറ്റ് ദ ഹോപ്പ് പ്രയർ ടീം നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്നേഹവാനും കാരുണ്യവാനുമായി ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തുതിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ കണ്ടെത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനേകരെ രൂപാന്തരപ്പെടുത്തിയ ദൈവം അവിടുന്ന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നതിനാൽ സ്തുതിക്കുന്നു. ഇന്ന് എന്നെ കേട്ട പ്രിയപ്പെട്ടവരിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരുണ്ടെങ്കിൽ അവരെ ഞാൻ അനുഗ്രഹിക്കുന്ന കരങ്ങളിൽ വയ്ക്കുന്നു. അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ വഴികൾ തുറക്കട്ടെ. അവരുടെ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ. അവരുടെ പ്രശ്നങ്ങളിൽ വിടുതലുണ്ടാകട്ടെ. അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകട്ടെ. അവരുടെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ. അഭാഗ്യകരമായ അവസ്ഥയ്ക്കായി ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സകല മാനവും മഹത്വം എടുക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പുത്രൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.